കർത്താവ് അവിടെ പാപത്തിലേക്ക് വിരൽ ചൂണ്ടി, നീ ഭർത്താവിനെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞു. അവൾ ഒറ്റയടിക്ക് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ലെന്ന്. യേശു അവിടെ പാപത്തെ ഓരോന്നായി ചൂണ്ടിക്കാട്ടി. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നു. അവൾ ആ തൊട്ടി അവിടെ വെച്ചിട്ട് അവിടെ നാട്ടിലേക്ക് ഒറ്റ ഓട്ടം ഓടി. കാരണം എന്തേ? ശമരിയ പട്ടണത്തിൽ എന്ന് പറഞ്ഞു, എന്റെ കാര്യങ്ങൾ ഒരുവൻ പറഞ്ഞുവൻ, അവൻ പ്രവാചകനാണ്, അവൻ മശിഹായാണ് എന്ന് ജനത്തോട് പറയുകയും ജനങ്ങളെല്ലാം കൂടെ ഓടി യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു. യേശു അന്നേരം, ഞാൻ നിൽക്കുന്നത് ഒരു ഗോതമ്പ് വയലിന്റെ സമീപത്താണ്. യേശു പറഞ്ഞു, നിങ്ങൾ പറയുന്നു കൊയ്ത്തിന് 4 മാസമുണ്ടെന്ന്. യേശു പറഞ്ഞത്, ഇതാ കൊയ്ത്തിന് നിലമൊക്കെയും വെളുത്തിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, സ്വർണം പോലാണ് ഈ ഗോതമ്പിരിക്കുന്നത്. തൊട്ടപ്പുറത്തെ കൊയ്തുകൊണ്ടിരിക്കുന്നു, അപ്പുറത്തെ ചുമന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതാ നോക്കിക്കേ, പക്ഷേ ഇത് സമയവും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, വെളുത്ത് കിടക്കുകയാണ്. എനിക്കൊരു സന്ദേശം പറയാനുള്ളത്, വടക്കേ ഇന്ത്യയിൽ വലിയൊരു കൊയ്ത്ത് നടക്കാൻ പോകുന്നു. കൊയ്ത്ത് നടക്കുന്നു. പക്ഷെ അതിനെന്താണ് ആവശ്യമായിരിക്കുന്നത്? വേലക്കാരില്ല. നമ്മൾ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കിയാൽ നമ്മുടെ കേരളത്തിലെ ബൈബിൾ കോളേജിൽ മലയാളികൾ പഠിക്കുന്നില്ല. വടക്കേ ഇന്ത്യയിൽ നിന്നും വരുന്നതായ ആളുകളെ കൂട്ടിയുള്ളതായ ബൈബിൾ കോളേജാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്. ഞാൻ മിസ്ബ ബൈബിൾ കോളേജ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ചെറിയ സ്ഥാപനമായിരുന്നു. എനിക്കെടുക്കാൻ വയ്യാത്ത നിലവാരത്തിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ള സഹോദരന്മാർ വന്നുകൊണ്ടിരുന്നു. എന്നാൽ പല ബൈബിൾ കോളേജ് പൂട്ടി. കാരണം എന്തേ? സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുവാൻ ആരുമില്ല. എനിക്കൊരു സന്ദേശം പറയാനുള്ളത്, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം. എന്റെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വടക്കേ ഇന്ത്യയിൽ വിളവുകളായിക്കൊണ്ടിരിക്കുന്നു, കൊയ്യാൻ ആരുമില്ല. നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നു. കാരണം ദർശനം മങ്ങിയൊരു കാലം. അനവധി ആളുകളുടെ ജീവിതത്തിന്റെ അമാതൃക കണ്ട് ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ യേശുവിനെ പിന്തുടരാനായിട്ടോ കർത്താവിന്റെ വയലിൽ പോകുവാനായിട്ടോ താല്പര്യമില്ലാതിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, കൊയ്ത്തിന് വടക്കേണ്ടിയ നിലമൊക്കെയും റെഡിയായിക്കൊണ്ടിരിക്കുന്നു. കൊയ്യുവാൻ ഇവിടെ വേലക്കാരെ ആവശ്യമാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ കേരളത്തിൽ നിന്ന് അനവധി ആളുകൾ ജമ്മു കാശ്മീർ വരെയും പട്ടിണിയും ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ അനുഭവിച്ച് അവരോരോ സ്റ്റേറ്റുകളിലും അവരോരോ ജില്ലകളിലും പോയി പ്രവർത്തിച്ചതാണ് ഇന്നത്തെ പെന്തക്കോസ്തിന്റെ ഇന്ത്യയുടെ അടിസ്ഥാനം. ഇനിയും മലയാളികളെ വന്നില്ലെങ്കിൽ ലീഡർഷിപ്പ് അവരേറ്റെടുത്താൽ അത്രമാത്രം നന്നാകുമെന്ന് തോന്നില്ല. ആയതിനാൽ സുവിശേഷ വേലക്കാരെ വടക്കേന്ത്യയിലേക്ക് അയക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ദൈവദാസന്മാർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആഹ്വാനം ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ കർത്താവ് വരാറായി. ദൈവത്തിന് മഹത്വം.